81 സങ്കീർത്തനം ആസാഫ് എഴുതിയതായ സങ്കീർത്തനമാണ്. ഈ 81 സങ്കീർത്തനത്തിൻ്റെ ആരംഭഭാഗങ്ങളിൽ നാം കാണുന്നത് വലിയവനായ ദൈവം ഇസ്രായേൽ ജനത്തെ എത്രമാത്രം അത്ഭുതകരമായി പരിപാലിച്ചു എന്നുള്ളതാണ്. ദൈവം അവരെ കരുതി, അവരുടെ ആവശ്യങ്ങളിൽ അവരോട് കൂടെയിരുന്നു, അവരുടെ പ്രയാസങ്ങളിൽ അവരെ സഹായിച്ചു. പ്രത്യേകാൽ അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ അവൻ്റെ തോളിൽ നിന്ന് ചുമട് നീക്കി, അവൻ്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞു. കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. ഇടിമുഴക്കത്തിൻ്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമരുളി. മെരീബ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു. ഇങ്ങനെ ദൈവം ഇസ്രായേലിനെ കരുതുകയും പോഷിപ്പിക്കുകയും പോറ്റിപ്പിളർത്തുകയും എല്ലാം ചെയ്തു. മിസ്രൈമിൽ ഫറവോൻ്റെ അടിമത്തത്തിൽ അവരനുഭവിച്ചതായ നിന്ദയും പ്രയാസവും കഷ്ടപ്പാടുകളും അടിമത്വവും എല്ലാം തിരുവചനത്തിൽ വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ ദൈവത്തോട് നിലവിളിച്ചു. അവരുടെ കഷ്ടത കണ്ടുകൊണ്ട് വലിയവനായ ദൈവം ഇറങ്ങി വന്നു എന്നാണ് നാം വായിക്കുന്നത്. അങ്ങനെ അവരുടെ തോളിൽ നിന്ന് ചുമട് നീക്കി, അവരുടെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞ് അവർക്ക് സമാധാനവും സന്തോഷവും ലഭിക്കത്തക്ക നിലയിൽ ദൈവം അവരെ സന്ദർശിച്ചു. അവരുടെ സന്ദർശന കാലത്ത് ദൈവം അവരെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. അവരുടെ വാഗ്ദത്ത നാടായ കനാൻ നാട്ടിലേക്ക് അവരെ ദൈവം കൊണ്ടുവന്നു. എന്നാൽ നാം ഈ സങ്കീർത്തനത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ദൈവം അത്രമാത്രം അവരെ സഹായിച്ചു എങ്കിലും വലിയവനായ ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്: ഇസ്രായേലെ, നീ എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. 8-ാം വാക്യത്തിൽ നാം അതാണ് വായിക്കുന്നത്: എൻ്റെ ജനമേ കേൾക്ക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേലെ, നീ എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. വലിയവനായ ദൈവത്തെ അവർ അംഗീകരിച്ചില്ല, ദൈവത്തിൻ്റെ വാക്ക് അവർ അനുസരിച്ചില്ല. ദൈവം അവരെ കഷ്ടതയിൽ നിന്ന് വിടുവിച്ചത് അവർ മനസ്സിലാക്കിയില്ല, അവരെ കരുതിയത് അവരോർത്തില്ല. അവരതുകൊണ്ട് എന്താണ് ചെയ്തത്? ദൈവത്തെ തള്ളിക്കളഞ്ഞു. 11ഉം 12ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചനപ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. ദൈവം പറയുകയാണ്, ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. ദൈവത്തെ അന്വേഷിക്കാത്ത ജനം ഹൃദയം കഠിനപ്പെട്ടവരാണ് എന്ന് ദൈവവചനം പറയുന്നു. ഹൃദയകാഠിന്യമുള്ള മനുഷ്യരെ കൊണ്ട് നമ്മുടെ ചുറ്റുപാടുകൾ നിറഞ്ഞിരിക്കുകയാണ്. കഠിന ഹൃദയരായിട്ടുള്ള ആളുകൾ, അല്പം പോലും അലിവ് കാണിക്കാൻ സാധിക്കാത്ത ആളുകൾ. വാസ്തവത്തിൽ വിശ്വാസികൾ പോലും കഠിനഹൃദയരായി തീർന്നിരിക്കുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവിശ്വാസികളുടെ കാര്യം പറയാനുണ്ടോ പ്രിയമുള്ളവരെ? നാം പത്രമാധ്യമങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഠിനഹൃദയരായിട്ടുള്ള ആളുകളുടെ ചരിത്രങ്ങളാണ്. ദേശം മുഴുവനും കഠിനഹൃദയരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അലിവില്ലാത്ത മനുഷ്യർ, കൊച്ചു കുഞ്ഞുങ്ങളോട് കാണിക്കുന്നതായ ക്രൂരത, അതുപോലെ തന്നെ സ്ത്രീജനങ്ങളോട് കാണിക്കുന്നതായ ക്രൂരത, എത്ര ഭയങ്കരമായ ക്രൂരതകളാണ്, ഞെട്ടിപ്പിക്കുന്നതായ ക്രൂരതകളാണ് നാം ചുറ്റുപാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഠിനഹൃദയരായിട്ടുള്ള ആളുകൾ, അലിവില്ലാത്ത ആളുകൾ, സഹജീവികളോട് ദയവ് കാണിക്കാൻ, കരുണ കാണിക്കാൻ യാതൊരു നിലയിലും സാധിക്കാത്ത ആളുകളെ കൊണ്ട് സമൂഹം നിറഞ്ഞിരിക്കുന്നു. എത്രയോ ക്രൂരമായ കൊലപാതകങ്ങൾ നാം ഈ ദിവസങ്ങളിൽ കാണുകയുണ്ടായി. എത്രയോ അതിഭയാനകമായ നിഷ്ഠൂരമായ സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. കഠിനഹൃദയരായിട്ടുള്ള ആളുകളെ കൊണ്ട് ദേശം മുഴുവനും നിറഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ദൈവവചനം പറയുകയാണ്, ഇസ്രായേൽ ജനം കഠിനഹൃദയരായി തീർന്നു. അവർ ദൈവത്തെ മറുതലിച്ച് കളഞ്ഞു, ദൈവത്തെ തള്ളിക്കളഞ്ഞു. എന്നാൽ ദൈവം അവരോട് പറയുന്നതായ ചില കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 13 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. ദൈവം പറയുകയാണ്, ഇസ്രായേൽ എൻ്റെ വഴികൾ നടക്കുകയായിരുന്നുവെങ്കിൽ ഞാൻ അവർക്ക് എന്തെല്ലാം ചെയ്യുമായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. യഹോവയെ ഭയക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു. എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. അവൻ മേത്തരമായ കോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു.
ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. നോക്കണം, എത്രയോ കാര്യങ്ങൾ ദൈവം അവർക്ക് ചെയ്തു കൊടുക്കുമായിരുന്നു. അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം അത്ഭുതകരമായി, അതിശയകരമായി അവർക്ക് കൊടുക്കുമായിരുന്നു. അവർ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവം അവരെ സഹായിക്കുമായിരുന്നു. പക്ഷേ അതെല്ലാം അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്തുകൊണ്ട്? കഠിന ഹൃദയരായി തീർന്നതുകൊണ്ട്. ഇന്ന് രാവിലെ ഈ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ ഒരു സത്യമുണ്ട്. നാം കഠിന ഹൃദയരാകുവാൻ പാടില്ല. ദൈവസന്നിധിയിലേക്ക് വന്നിരിക്കുന്നതായ ഏതൊരു വ്യക്തിയും കഠിന ഹൃദയരായി, കരുണയില്ലാത്തവരായി തീരുവാൻ പാടില്ല. ദൈവത്തിന് കോപം ജനിപ്പിക്കുവാൻ പാടില്ല. ദൈവവചനത്തെ അനുസരിക്കുന്ന, ദൈവത്തെ മാനിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളായി തീരുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു, സഹായിക്കുന്നു, നമുക്ക് ആവശ്യമുള്ളതൊക്കെ നൽകി തരുന്നു. ഈ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ എന്തെല്ലാം കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകി തരുവാൻ സദാ സന്നദ്ധനാണ്. എന്നാൽ നാം ചെയ്യേണ്ടതായ കാര്യം എന്താണ്? ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവവചനത്തെ മാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. കഠിന ഹൃദയരാകാതെ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് മൃദുമാനസരായി തീരുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളുള്ളവരോട് കരുണ കാണിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ച് അതിൻ്റെ 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്യദൈവം നിനക്കുണ്ടാകരുത് എന്ന് തന്നെയാണ്. അന്യാരാധനയല്ല നിന്നെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അഖിലാണ്ടത്തെ നിർമ്മിച്ച വലിയവനായ ദൈവത്തെ, ഏക സത്യ ദൈവത്തെ നീ ആരാധിക്കണം. യഹോവയായ ദൈവം നിന്നെ സഹായിച്ച വഴികളെല്ലാം നീ ഓർത്തുകൊണ്ട് നീ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തണം. അന്യമായ കാര്യങ്ങളിലേക്ക് നിന്റെ മനസ്സിനെ തിരിക്കുവാൻ പാടില്ല എന്ന് ദൈവവചനം പറയുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നാം ഈ ലോകത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ യഹോവയായ ദൈവത്തെ നാം മറന്നു പോകുന്നു. പലപ്പോഴും ദൈവം നമ്മെ സഹായിച്ചു എന്നുള്ളത് നാം മറന്നു പോവുകയാണ്. ദൈവം നമ്മെ കരുതിയ വിധങ്ങളൊക്കെ നാം മറന്നു പോകുന്നു. കഴിഞ്ഞ നാളുകൾ നമ്മെ സഹായിച്ച അത്ഭുതകരമായ വഴികളെല്ലാം നാം മറന്നുപോയിട്ട് അന്യമായ കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നു. ലോകത്തിൻ്റെ ഗതികൾക്കനുസരണമായി നാം നമ്മുടെ വഴികളെ ക്രമപ്പെടുത്തുകയാണ്. നാം ലോകത്തിൻ്റെ പിന്നാലെ പലപ്പോഴും പോകുന്നു. സുഖസൗകര്യങ്ങളുടെ പിന്നാലെ പലപ്പോഴും നാം പോവുകയാണ്. നമുക്ക് ദൈവത്തെക്കാൾ ഉപരിയായി സ്നേഹിക്കുവാൻ പല കാര്യങ്ങളും നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. സമ്പത്തോ വസ്തുവകയോ ആടുമാടുകളോ അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തെക്കാൾ ഉപരിയായി നാം ഇവയെല്ലാം സ്നേഹിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനേക വിഗ്രഹങ്ങളെ നാം തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നു. ദൈവം ഒരിക്കലും ആഗ്രഹിക്കാത്ത, ദൈവം നമ്മിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായ അന്യാരാധനയിലേക്ക് നാം പോയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞാൻ വിചാരിക്കുന്നതായ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു, അതൊന്നും ചെയ്തു തരാതെ ഇതാ ഇസ്രായേലിലെ ദൈവം കഠിന ഹൃദയത്തിന് ഏൽപ്പിച്ചു വിട്ടിരിക്കുന്നു. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടുന്നത്? ഉൽപ്പത്തി പുസ്തകം 33, 34, 35 അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. യാക്കോബ് 20 വർഷങ്ങൾക്ക് ശേഷമായി മടങ്ങി വന്നു കഴിയുമ്പോൾ താൻ സുക്കോത്തിൽ തനിക്ക് വേണ്ടി ഒരു വീട് പണിത് അവിടെ സന്തോഷമായിട്ട് താമസിക്കുകയാണ്. എന്നാൽ അവിടെ വെച്ച് തനിക്ക് നേരിട്ടതായ അതിഭയങ്കരമായ വിപത്തുകളും പ്രതികൂലങ്ങളും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ യാക്കോബിനൊരു കാര്യം മനസ്സിലായി. താൻ താമസിക്കേണ്ടത് ഇവിടെയല്ല, ബേഥേലിലാണ് എന്നുള്ളത്. ദൈവം അവന് പ്രത്യക്ഷമായി അവനോട് അരുളി ചെയ്തതായ കാര്യം താൻ ഓർമ്മിച്ചുകൊണ്ട് 35-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, യാക്കോബ് തൻ്റെ കുടുംബാംഗങ്ങളെല്ലാം വിളിച്ചു വരുത്തിയിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവീൻ. കഷ്ടകാലത്ത് എന്നെ സഹായിച്ച വലിയവനായ ദൈവത്തിന് ബേഥേലിൽ യാഗമർപ്പിക്കുവാൻ നാം പോകുന്നു. അവിടെ ചെന്ന് നാം പാർക്കണം. ദൈവത്തിന് അവിടെ നാം യാഗമർപ്പിക്കണം. അങ്ങനെ യാക്കോബ് മടങ്ങിപ്പോയതായി നാം വായിക്കുകയാണ്. അന്യാരാധനയിൽ നിന്ന് അനുഗ്രഹീതമായ ആരാധനയിലേക്ക് യാക്കോബ് മടങ്ങിപ്പോവുകയാണ്. അത്യുന്നതനായ ദൈവത്തെ താൻ ആരാധിക്കുകയാണ്. സർവ്വഅഖിലാണ്ടത്തെ നിർമ്മിച്ചവനായ അതുല്യനായ ആ ദൈവത്തെ യാക്കോബ് കുടുംബത്തോടൊപ്പം ആരാധിക്കുന്നത് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ്. നമ്മുടെ കഠിന ഹൃദയമെല്ലാം മാറിയിട്ട് യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന അനുഭവത്തിലേക്ക് നാം മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. സഹവിശ്വാസികളോട് കഠിനഹൃദയരാകാതെ, അതുപോലെ തന്നെ ചുറ്റുപാടുകളുള്ളവരോട് കഠിനഹൃദയരാകാതെ ദൈവത്തെ അക്ഷയമായി സ്നേഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടവരായി അലിവുള്ള ഹൃദയമുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെയെങ്കിൽ ദൈവം നമുക്കുള്ളതായ എല്ലാ അനുഗ്രഹങ്ങളും അതാത് സമയത്ത് നൽകിത്തരുന്നവനാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്തിൽ പറയുന്ന എല്ലാ നന്മകളും
നമ്മുടെ ജീവിതത്തിൽ അതാത് സമയങ്ങളിൽ ദൈവം നൽകിത്തന്ന് നമ്മെ പോറ്റി പുലർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം അനുഗ്രഹകരമായി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൽ താഴ്ത്തി ഏൽപ്പിക്കാം, സമർപ്പിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് ഞങ്ങൾ കേൾക്കുകയായിരുന്നു കർത്താവേ, അവർ പലപ്പോഴും ഹൃദയം കഠിനപ്പെട്ടവരായി തീർന്നുപോയി, ദൈവത്തെ മാനിക്കാത്തവരായി തീർന്നു. അവർ കർത്താവെ അന്യാരാധനയിലേക്ക് പോയി. അത്യുന്നതനായ ദൈവത്തെ ആരാധിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അവർ മറ്റു പലതിനെയും ആരാധിച്ചു. എന്നാൽ കർത്താവെ, പലപ്പോഴും ഞങ്ങളും ഇസ്രായേലിനെ പോലെ അന്യാരാധനയിലേക്ക് പോവുകയും മറ്റു പലതിനെ ആരാധിക്കുകയും ദൈവത്തെക്കാൾ ഉപരിയായി സ്നേഹിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ കർത്താവെ, മടങ്ങി വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തെക്കാൾ ഉപരിയായ മറ്റൊന്നിനെയും സ്നേഹിക്കുവാൻ ഞങ്ങളെ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ മാത്രം ആരാധിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഈ അഖിലാണ്ടത്തെ മുഴുവൻ നിർമ്മിച്ച അത്യുന്നതനായ സർവ്വവ്യാപിയും സർവശക്തനുമായ യഹോവയായ ദൈവത്തെ മാത്രം ആരാധിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണമേ. ഞങ്ങളുടെ വഴിയാത്രകളിൽ കൂടെ ഇരിക്കണമേ. ആപത്തനർത്ഥങ്ങളെല്ലാം ഞങ്ങളെ വിടുവിക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഇവിടെ അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.